ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് ട്രേഡ് എടുക്കുന്നത് ഫിനവേഷ്യ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സെറോധയും നമ്മുടെ ആലിസ് ബ്ലൂ ഒക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഫിനവേഷ്യയുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. സെറോധയിലാണെങ്കിൽ തന്നെ ഏകദേശം 20 രൂപ ബൈക്കും 20 രൂപ സെല്ലിനും, പിന്നെ ഏകദേശം അവരുടെ ജി എസ് ടിയും ടാക്സും ഒക്കെ വരുമ്പോൾ ഏകദേശം ഒരു 51 രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നുണ്ട് പെർ ട്രേഡിൽ. അപ്പോൾ ഞാൻ ഈ ഫിനവേഷ്യയുടെ നോക്കിയ സമയത്ത് അവർക്ക് ട്രേഡിംഗ് ഫീസൊന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ കൂടിയാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്കാൽപ്പിങ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ട്രേഡുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ മുതൽ ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക, അങ്ങനെ സ്കാൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 100 ക്വാണ്ടിറ്റി മേടിച്ചാണ്. അധികം ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു 5-6 പോയിൻ്റ് മാറി കഴിയുമ്പോൾ ഞാൻ വിൽക്കും. ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ എനിക്കൊരു പോരായ്മ മനസ്സിലായത്, ലെറ്റേഴ്സൊക്കെ ഭയങ്കര ചെറുതാണ്. നമ്മൾ ഇൻഡിവിജ്വൽ പ്രോഫിറ്റൊക്കെ കാണിക്കുന്ന സ്ഥലം ഭയങ്കര ചെറുതാണ് സെറോധേനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഇപ്പോൾ കുറച്ച് ട്രേഡ് അധികം എടുത്താലാണ് അറിയാവുള്ളൂ എത്ര ഫീസ് ഇവർ പിടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് സ്കാൽപ്പിങ്ങും കൂടെ ചെയ്തിട്ട് ബാക്കി നിങ്ങളോട് പറയാം. ഇപ്പോൾ ഫിനവേഷ്യയിൽ ഇതാണ് എൻ്റെ പ്രൊഫൈല്. നിന്ന് ഞാൻ വാച്ച് ലിസ്റ്റുകൾ ആഡ് ചെയ്താണ്. ഓക്കെ, ഞാനിപ്പോൾ ഫണ്ടും മമ്മൂട്ടി കാണിച്ചത് നമ്മൾ നേരത്തെ അന്നേരം ഇത്രയും ലോസിലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു 417 റുപ്പീസിൻ്റെ പ്രോഫിറ്റിലാണ്. ജസ്റ്റ് സ്കാൽപ്പിംഗ് ആയിരുന്നു. ജസ്റ്റ് മേടിക്കുക, 2 പോയിൻ്റ് കയറുമ്പോൾ വിൽക്കുക, അല്ലെങ്കിൽ 2 പോയിൻ്റ് ലൂസ് ആകുമ്പോൾ വിറ്റ് കളയുക. പിന്നെ സ്കാൽപ്പ് ചെയ്ത് 417 രൂപയ്ക്കുണ്ട്. ഞാൻ പ്രോഫിറ്റിലാക്കി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് എത്ര രൂപ ക്രെഡിറ്റ് ആയി എന്നറിയണം. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫണ്ട്സ് കാണിച്ചു തരാം. ഞാൻ 8000 രൂപയാണ് രാവിലെ ആഡ് ചെയ്തത്. ഓക്കെ, ഇവിടെ 10 DV ട്രേഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു 152 രൂപ കാണിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 14 ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 10 രൂപ വെച്ചാണ് ഞാൻ കണക്ക് കൂട്ടിയേക്കുന്നത്. അപ്പോൾ നാളെ ഈ പൈസ ക്രെഡിറ്റ് ആകുമ്പോൾ എത്രയുണ്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. കറക്റ്റ് എത്ര എമൗണ്ട് ആകുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെറോധേനേക്കാളും ലാഭം ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നാളത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയാം ബാക്കി നമുക്ക് എത്ര രൂപ കോസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, താങ്ക് യു.